പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ ചർച്ച മുട്ടയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ? ഈ മുട്ടയുടെ മഞ്ഞ അത് കഴിക്കാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? ഒരു ദിവസം ഒരാൾക്ക് എത്ര മുട്ട കഴിക്കാം? മുട്ട പച്ചക്ക് കുടിക്കൽ ആണോ നല്ലത്? ഈ മുട്ട പുഴുങ്ങി കഴിക്കലാണോ നല്ലത്? അല്ലെങ്കിൽ മുട്ട പൊരിച്ച് കഴിക്കലാണോ നല്ലത്? ഓംലേറ്റ് അടിച്ച് കഴിക്കലാണോ നല്ലത്? പലർക്കും പല സംശയങ്ങളാണ്. കൃത്യമായ ഉത്തരം ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. മാത്രമല്ല, ഈ മുട്ട കഴിച്ചാൽ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില ദോഷങ്ങളും ഉണ്ട്. പിന്നെ മുട്ട കാടമുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്, താറാവ് മുട്ടയുണ്ട്, ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുട്ടകളിൽ ഏറ്റവും നല്ലത് ഏതാണ്? മാത്രമല്ല, ഗുണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഒരുപാട് വിശാലമായ ചർച്ച. അതോടൊപ്പം തന്നെ ഒരാൾ മുട്ടയെ സ്വപ്നം കണ്ടു, അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? നമുക്ക് വിശാലമായിട്ടൊന്ന് ചർച്ച ചെയ്താലോ? ഇൻഷാ അല്ലാഹ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾ കേൾക്കണേ, മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നാം ദുആ ചെയ്യുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ, കുടുംബക്കാർ, അല്ലാഹു നമുക്കെല്ലാവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ മുട്ട കൊണ്ടാണ്. മുട്ടയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഈ മുട്ട കഴിക്കാത്തവരായി നമ്മളിൽ ആരാ ഉള്ളത്? ആരുമില്ല അല്ലേ? എല്ലാവരും ചിലപ്പോൾ ഇന്ന് രാവിലെ മുട്ട കഴിച്ചവരുണ്ടാവാം, ഇന്നലെ കഴിച്ചവരുണ്ടാവാം. മുട്ട എന്നല്ല, മുട്ട എന്നാണ് പറയുന്നത്. നമ്മളവിടെയൊക്കെ മുട്ട എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ നാട്ടുകാരൊക്കെ മോയാണ് അവിടെ കൊടുക്കുന്നത്. എന്തുമാവട്ടെ, പല നാട്ടിലും പലതുമാണല്ലോ പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുട്ട കഴിക്കാത്തവരായി നമ്മളിൽ ആരുമില്ല, എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും അല്ലേ? കോഴിമുട്ടയുണ്ട്, താറാവ് മുട്ടയുണ്ട്, കാടമുട്ടയുണ്ട്, പിന്നെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട, അതുമൊക്കെ കഴിച്ചവർ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ടാകും. നമ്മുടെയൊക്കെ നാടുകളിൽ എന്നല്ല, എല്ലാ നാടുകളിലും ലോകത്തെമ്പാടും സുലഭമായി കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് മുട്ട എന്നുള്ളത്. പിന്നെ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ മുട്ട നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? വിവിധ തരത്തിലുള്ള ഒരുപാട് വിഭവങ്ങൾ ഈ മുട്ട ചേർത്ത് നമ്മൾ കഴിക്കാറുണ്ട്, മുട്ട ചേർത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ മുട്ടയും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്ന കേക്ക് അല്ലേ? ഇപ്പോൾ ഇന്നത്തെ കേക്കുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കുകൾ, അത് ഈ മുട്ടയും പഞ്ചസാരയൊക്കെ അടിച്ച് ചേർത്തുണ്ടാക്കുന്നതാണ്. അതൊന്നും ഒരുപാട് കഴിക്കാതിരിക്കലാണ് നല്ലത്. പറയുന്ന എനിക്കൊക്കെ ഇഷ്ടമാണ്, നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഈ മുട്ടയും പഞ്ചസാരയും ചേർത്ത് ഇളക്കി ഉണ്ടാക്കുന്ന വിഭവം അത് അമിതമായാൽ എല്ലാം പ്രശ്നമാണ്. പക്ഷെ അത് അമിതമായില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് വലിയ കേടാണ് എന്നുള്ള ആദ്യത്തെ ഒരു മെസ്സേജ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരുകയാണ്. എന്തുമാവട്ടെ, പണ്ടൊക്കെ ഈ മുട്ടയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇന്നത്തെ തലമുറക്ക് അറിയാത്ത പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാർ വരുമ്പോൾ, പണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തലമുറയല്ല, നമ്മളുടെക്കാൾ മുകളിലുള്ള തലമുറ, ഒരു 10, 25 അല്ലെങ്കിൽ 30, 35 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം അപ്പുറമൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ, എന്തുമാവട്ടെ. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഈ അതിഥിക്ക് അന്നൊക്കെ എപ്പോഴും കട്ടൻ ചായയാണ് കൊടുക്കാറ് അല്ലേ? ബ്ലാക്ക് ടീ. അപ്പോൾ ഈ പാൽ ചായ കൊടുക്കാൻ ഏതെങ്കിലും വീടുകളിൽ പാല് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതെ വരും. പക്ഷെ ആ സമയത്ത് ഈ ചില കാരണവന്മാർ, ചില നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്ക് പണിയുണ്ട്. ഈ മുട്ട വെച്ച് ചെയ്യുന്നൊരു ട്രിക്ക് പണിയുണ്ട്. എന്തെന്നറിയോ? അതായത് നല്ല ചൂട് കട്ടൻ ചായ, അതായത് ഒരു പാത്രത്തിലേക്ക് ഈ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കും. എന്നിട്ട് നല്ലവണ്ണം കലക്കും, നല്ലവണ്ണം ആ മഞ്ഞക്കുരുവും അതുപോലെ തന്നെ വെള്ളയൊക്കെ അത് നല്ലവണ്ണം മിക്സാക്കും. എന്നിട്ട് അതിലേക്ക് നല്ല ചൂട് കട്ടൻ ചായ ഒഴിക്കും. എന്നിട്ട് നല്ലവണ്ണം ഇളക്കും. എന്നിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ കറക്റ്റ് പാൽ ചായ പോലെയാണ്. എന്നിട്ട് ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് കൊടുക്കുന്ന ഒരു വിഭവം. ഇന്ന് നമ്മളത് കാണാറില്ല, അത് കുടിക്കാറുമില്ല. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന വയസ്സായ ആളുകൾ, നിങ്ങളൊക്കെ ഒരു പക്ഷേ അത് കുടിച്ചിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ നാടുകളിൽ അതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. പല നാടുകളിലും ചിലപ്പോൾ പല രൂപമായിരിക്കാം. ഈ മുട്ടയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും
ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ മുട്ട എന്നുള്ളത്. ഈ മുട്ടയെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രവാചകൻ അള്ളാഹിനോട് പരാതി പറഞ്ഞു എന്നാണ്, അള്ളാഹുവേ, എൻ്റെ ശരീരത്തിന് ആരോഗ്യം കുറവാണ്. ആ സമയത്ത് അള്ളാഹു ആ പ്രവാചകരോട് പറഞ്ഞെന്നാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവാൻ ഈ ബീൽ എന്നാണ് അറബിയിൽ പറയുക, എഗ്ഗ് ബീൽ, അതായത് മുട്ട കഴിക്കുക എന്ന് പറഞ്ഞു എന്ന് നമുക്ക് ചില കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കറികൾ ഇപ്പോൾ നമുക്ക് കഴിക്കാൻ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കൂടെ കഴിക്കാൻ കറി ഇല്ല എങ്കിൽ ഒരു മുട്ട പൊരിച്ചാൽ നമുക്ക് ഒരുപാട് ചോറ് തിന്നാം അല്ലേ? മുട്ട പൊരിച്ചതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യത്തെ ചർച്ച, മുട്ടയെ ഈ പച്ചക്ക് കുടിക്കൽ നല്ലതാണോ? പലർക്കും ഉള്ളൊരു സംശയമാണ്. ഈ ഭയങ്കര ജിമ്മ് ഒക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, നല്ല വ്യായാമമൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു മുട്ട എടുക്കുന്നു, ഇതിവിടെ ഇങ്ങനെ ഒന്ന് ഞെട്ടുമ്പോൾ അത് അവിടെ പൊട്ടും, എന്നിട്ട് അതിങ്ങനെ ഒറ്റക്കിങ്ങനെ വലിച്ച് കുടിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പച്ചമുട്ട കഴിക്കൽ നല്ലതാണോ? ഡോക്ടർമാർ പറയുന്നു പച്ചമുട്ട കഴിക്കൽ നല്ലതല്ല. വല്ലപ്പോഴും കഴിച്ചു എന്ന് വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നല്ല പറഞ്ഞത്, കഴിക്കാതിരിക്കലാണ് നല്ലത്. കാരണം ഈ മുട്ടയിൽ ഒരു അണുണ്ട്, അത് അമിതമായി നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകും. ആ അണു നശിക്കാൻ കാരണമാകും എന്ത് ചെയ്താൽ, ഈ മുട്ട പുഴുങ്ങിയാൽ എന്ത് ചെയ്യും, ആ അണു നശിച്ചു പോകും. അപ്പോൾ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എപ്പോഴും മുട്ട കഴിക്കുന്നത് ഏറ്റവും നല്ല രൂപം അത് പച്ചക്ക് കഴിക്കലോ അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കലോ അല്ല, അത് പുഴുങ്ങി വേവിച്ച് കഴിക്കലാണ് ഏറ്റവും നല്ലതെന്ന് ഡോക്ടർമാരും. ഞാനിപ്പോൾ ഈ പറയുന്ന മുട്ടയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഡോക്ടർമാരുടെ വാക്കുകളിൽ നിന്നും ഞാൻ കടമെടുത്തു പറയുന്നതാണ് കേട്ടോ, അല്ലാതെ സ്വന്തമായിട്ട് എൻ്റെ വാക്കിൽ നിന്ന് പറയുന്നതല്ല. ഒരുപാട് ഡോക്ടർമാർ പറയുന്നത് അത് ശ്രദ്ധിച്ച് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സത്യം പറഞ്ഞാൽ മുട്ടയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരു ഡോക്ടർ പറയുന്നതല്ല അടുത്ത ഡോക്ടർ പറയുന്നത്, അദ്ദേഹം പറയുന്നതല്ല മറ്റേ ആൾ പറയുന്നത്. ഡോക്ടർമാർക്കിടയിൽ വരെ പല അഭിപ്രായ വ്യത്യാസവും എന്തിനെ പറ്റിയുണ്ട്, ഈ മുട്ടയും അതിൻ്റെ ആരോഗ്യത്തെ പറ്റിയും ഉണ്ടെന്നാണ്. കേൾക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ വരാം. അപ്പോൾ പലതരം അഭിപ്രായങ്ങൾ ഈ മുട്ടയുമായി ബന്ധപ്പെട്ട് തന്നെയുണ്ട്. എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു കാര്യമാണ് മുട്ട പൊരിച്ച് കഴിക്കുക അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുക അല്ലേ? അത് വലിയൊരു ഔഷധം കൂടിയാണ്. മുട്ട എന്ന് പറഞ്ഞാൽ വലിയൊരു ഔഷധം കൂടിയാണ്. അല്ലാഹു തആല ഈ ചെറിയ ഈ ഒരു മുട്ട എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതുണ്ടല്ലോ, ഈ ഒരു മുട്ട ഒരു ലോകമാണ്, ഒരു വേൾഡാണ്, ഇതൊരു ആലമാണ്. അതായത് ഒരു മനുഷ്യന് വേണ്ട ജീവൻ, ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ട എല്ലാ ഗുണങ്ങളും ഈ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനുണ്ട്, മിനറൽസ് ഉണ്ട്, വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, അതുപോലെ തന്നെ എനർജി ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സെലീനിയം ഉണ്ട്, സോഡിയം ഉണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഈ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മുട്ട അത് വലിയൊരു ഒരു ഔഷധം കൂടിയാണ് ഈ മുട്ട എന്നുള്ളത്. നമുക്കതിൻ്റെ ഗുണങ്ങളിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, മുട്ട കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കണ്ണിൽ തിമിരം, ആ അസുഖം കുറയ്ക്കാനും അതിൽ നിന്നുള്ള മോചനത്തിനും, തിമിരം വന്ന ആളുകൾ മുട്ട കഴിച്ചാൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്താണോ, ഓരോ ആളുകൾക്കും ശാരീരിക ക്ഷമതയൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, അവരുടെ ആരോഗ്യം അവരുടെ മറ്റ് രോഗങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് മുട്ട കഴിക്കൽ തിമിരം കുറയാൻ, അത് അസുഖം മാറാൻ കാരണമാണ്, സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണം അതിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ അത് സോഫ്റ്റ് ആവാൻ, അതുപോലെ തന്നെ ഈ തൊലിപരമായ സ്കിന്ന് പരമായ അസുഖങ്ങൾ മാറാൻ, അതുപോലെ തന്നെ ഒരുപാട് രക്തസമ്മർദ്ദമുള്ള ആളുകൾ, BP ഉള്ള ആളുകൾ, അവർക്ക് ആ BP കുറയ്ക്കാൻ, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി അത് വർദ്ധിപ്പിക്കാൻ, മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് തടിക്കാൻ, തടിച്ച ആളുകൾക്ക് മെലിയാൻ, ബുദ്ധിയുടെ വർധനവിന്, ഓർമ്മ ശക്തിക്ക് ഒക്കെ നല്ലതാണ് ഈ മുട്ട. അത് ഓരോ രൂപവും പ്രത്യേകം ഡോക്ടർമാരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം പല അസുഖങ്ങൾക്കും പല ട്രീറ്റ്മെൻറ്റായി മുട്ട ഉപയോഗിക്കുന്നുണ്ട്. അത് പല രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അത് പച്ചക്ക് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേവിക്കാതെ കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പകുതി വേവിൽ കഴിക്കേണ്ടി വരും, പകുതി വേവിൽ പുഴുങ്ങിയിട്ട് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കേണ്ടി വരും. അങ്ങനെ പല രൂപത്തിൽ ഇത് കഴിക്കാറുണ്ട്. ഒക്കെ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി മൊത്തത്തിൽ പറഞ്ഞാൽ മുട്ട ആരോഗ്യത്തിന് നല്ലതാണ്. ഇവിടെ ഒരു ഡോക്ടറുടെ ഒരു കൺസൾട്ടിങ് ഇങ്ങനെയാണ്, അതായത് അദ്ദേഹം പറയുന്നത് ആരോഗ്യമുള്ള ഒരാൾ, നല്ല ആരോഗ്യമുള്ള ആൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അതുപോലെ തന്നെ കുട്ടികൾ, അതുപോലെ സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരാഴ്ചയിൽ 7 മുട്ട വരെ അവർക്ക്, 7 8 മുട്ട വരെ അവർക്ക് കഴിക്കാം എന്നാണ്.
അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും മുട്ട കഴിക്കാം. ആർക്ക്? ചെറിയ, അതായത് ഈ ഓടിച്ചാടി നടക്കുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കും, അതുപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കുന്ന വ്യായാമമൊക്കെ ചെയ്യുന്ന ഒരാൾക്കും ദിവസവും 2 മുട്ട വീതം കഴിക്കാം എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്നാൽ അമിതവണ്ണമുള്ള ആളുകൾ, അതുപോലെ തന്നെ വ്യായാമം കുറവുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇരുന്ന് എപ്പോഴും ജോലി, വലിയ ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആഴ്ചയിൽ 4-5 മുട്ടയെ മാത്രം കഴിക്കാൻ നല്ലത്. അത്രമാത്രമാണ് കഴിക്കൽ നല്ലത്. അമിതമായാൽ പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നാൽ, ഈ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, അതുപോലെ തന്നെ ഹൈ ഷുഗർ ഉള്ള ആളുകൾ, അവർക്കൊക്കെ ആഴ്ചയിൽ 3-2 മുട്ട കഴിക്കലാണ് നല്ലതെന്നും ഒരു ഡോക്ടറുടെ ഒരു കൺസൾട്ടിങ്ങിൽ പറയുന്നതായി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വയസ്സായ കിടപ്പ് രോഗികൾ, വയസ്സായ ആളുകൾ, തീരെ ശോഷിച്ചു പോയ ആളുകൾ, അവർക്കൊക്കെ എല്ലാ ദിവസവും ഈ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മുട്ടയുടെ വെള്ള കഴിക്കാൻ കൊടുക്കാം. അത് അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, ഉസ്താദേ ഞങ്ങൾക്ക് മുട്ട കഴിക്കാമെന്നൊക്കെ അറിയാം, പക്ഷേ ഈ മുട്ടയിലുള്ള മഞ്ഞക്കുരു അല്ലെങ്കിൽ മഞ്ഞ എന്നല്ലേ, അത് കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും എന്നല്ല, മൊത്തത്തിൽ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? അത് നമുക്ക് പറയാം. അതായത് ഒരു മുട്ടയിൽ അതിൻ്റെ 90% ഗുണങ്ങളുമുള്ളത് ഈ മുട്ടയുടെ ഉള്ളിലുള്ള ആ മഞ്ഞയിലാണ്. അതായത് ഒരുപാട് ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാണ്. ഒരുപാട് ഗുണങ്ങൾ, പ്രോട്ടീനും അതുപോലെ തന്നെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ആ മുട്ടയുടെ ആ മഞ്ഞയിലാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കിയാൽ അത് ഒഴിവായിട്ടാണ് ബാക്കി നമ്മൾ കഴിക്കുന്നത്. അതായത് ഒരു മുട്ടയുടെ 90% ഗുണങ്ങളുമുള്ളത് ആ ഒരു മഞ്ഞക്കുരുവിലാണ്. അപ്പോൾ സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് 2 മുട്ട പുഴുങ്ങിയത് മുഴുവനായും 1 മുട്ടയുടെ വെള്ളയും ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നല്ല വ്യായാമം ചെയ്യുന്ന, അധ്വാനിക്കുന്ന ഒരാൾ. ഇപ്പം എന്നെപ്പോലെ, നമ്മളെ പലരെ പോലെയും നമ്മളൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്, അധികം വ്യായാമം ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ മുട്ട ഒന്ന് കഴിക്കലാണ്, ഒരു ദിവസം 1 കഴിക്കലാണ് നല്ലത്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി. കാരണം എന്താണെന്നറിയോ, ഇതിനെപ്പറ്റി ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർമാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ ഓരോ ഡോക്ടർമാരുടെയും മുട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒരു ഡോക്ടർ പറയും ഒരു ദിവസം 1 മുട്ട മാത്രം കഴിച്ചാൽ മതി. അതേ സമയത്ത് അപ്പുറത്തെ ഡോക്ടർ പറയും ഒരു ദിവസം നമുക്ക് 2 മുട്ട വരെ കഴിക്കാം. ചില ഡോക്ടർമാർ പറയും 2 മുട്ട മുഴുവനായും 1 മുട്ടയുടെ മഞ്ഞക്കുരുവ് മാത്രം കഴിക്കാം. ഇങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്നും നമുക്ക് യോജിക്കുന്നത്, അതായത് ഒരു ദിവസം ഒരൊറ്റ മുട്ട കഴിക്കൽ നമുക്ക് പറ്റുമോ, അത് മതി, അത് ഏറ്റവും ഹൈറാൻ. മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നടത്തം അത് നല്ലൊരു വ്യായാമമാണ്. ഉമ്മമാരൊക്കെ പ്രത്യേകം, ഇപ്പോൾ ഷുഗറുള്ള, കൊളസ്ട്രോളുള്ള എല്ലാവരും പലതരത്തിലുള്ള നമ്മൾ നിയന്ത്രിച്ചാലും നമ്മുടെ ഈ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭക്ഷണ രൂപവും അതുപോലെ നമ്മുടെ കാലാവസ്ഥയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കൊക്കെ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും വെയിറ്റ് കൂടുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ ആ ഭക്ഷണ രീതിയൊക്കെ പണ്ട് മുതലേ അങ്ങനെയായിരുന്നല്ലോ. നമ്മളിപ്പോൾ മാത്രമല്ല, ചെറുപ്പത്തിലേ നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഈ കൊളസ്ട്രോളൊക്കെ കൂടാൻ കാരണമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ മുട്ടയുടെ മഞ്ഞക്കുരു, അതിലാണ് 90% ഗുണങ്ങളുമുള്ളത്. അപ്പോൾ നമ്മൾ മുട്ട കഴിക്കുമ്പോൾ, ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള, ഇപ്പോൾ ഡോക്ടർമാർ പറയും നല്ല ആരോഗ്യമുള്ള ഒരാൾ മുട്ട കഴിക്കുമ്പോൾ എങ്ങനെ 2 മുട്ട ഒരു ദിവസം കഴിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച എടുത്താൽ അയാൾക്ക് 7 മുട്ട വരെ ഒരു ആഴ്ചയിൽ കഴിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ പല അഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായം എടുക്കാം, ഒരു ദിവസം 1 മുട്ട വീതം നമുക്ക് കഴിക്കാം. പക്ഷെ കഴിച്ചാലും നമ്മൾ ഒന്ന് വ്യായാമം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കൊരു കുഴപ്പവുമില്ല. മറ്റൊരു പഠനത്തിൽ ഒരു ഡോക്ടർ പറയുന്നു 20 വർഷം തുടർച്ചയായി മുട്ട ഉപയോഗിക്കുന്ന അയാൾക്ക് ചില ക്യാൻസറിൻ്റെ സെല്ലുകൾ രൂപപ്പെടാൻ കാരണമാണ് എന്ന്. 20 വർഷം അതായത് എല്ലാ ദിവസവും മുട്ട കഴിച്ചാൽ. എന്നാൽ ചില ഡോക്ടർമാർ പറയുന്നു, കാരണം സയൻസ് അല്ല, ഇതൊക്കെ ശാസ്ത്രമാണ്. ഈ മുട്ട കഴിച്ചാലുള്ള ഗുണങ്ങൾ പറയുന്നതും ദോഷങ്ങൾ പറയുന്നതൊക്കെ ശാസ്ത്രമാണ്. അപ്പോൾ ഈ ശാസ്ത്രം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറഞ്ഞത് ചിലപ്പോൾ ഇന്ന് പറയൂല, അങ്ങനെ മാറ്റിയും തിരിച്ചും പറയും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ആ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ ഒരുപാട് പുറത്തേക്ക് വരുന്നത്. അതിൽ ഇന്നലെ പറഞ്ഞ കാര്യമായിരിക്കില്ല ഇന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ ഡോക്ടർമാർക്കും ഈ മുട്ടയുടെയും ഇറച്ചിയുടെയൊക്കെ ഗുണങ്ങളൊക്കെ പറയാൻ പറ്റുക. പണ്ടൊക്കെ കൊളസ്ട്രോൾ 200 എന്നല്ല 100-ൽ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 200 ആയാലും കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ 300 ആവാതിരുന്നാൽ മതി എന്നൊക്കെയായിരുന്നു പണ്ട്.
പക്ഷെ ഇപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ അത് 150 അല്ലെങ്കിൽ 200 ആയാൽ അതിന്റെ ബോർഡർ കടന്നു. അങ്ങനെ പല സമയത്തും പല രൂപത്തിലാണ് ശാസ്ത്രം ഓരോന്ന് പറയുന്നത്. അപ്പൊ എന്തുമാവട്ടെ, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഭക്ഷ്യവസ്തു അത് നമ്മൾ എന്ത് ചെയ്യുക, അമിതമാവാതെ സൂക്ഷിക്കുക. അതിപ്പോൾ മുട്ടയാണെങ്കിലും എണ്ണയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അമിതമായാൽ അമൃതും വിഷം. ആ കാര്യം പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിലും ആകത്തുക പറഞ്ഞാൽ, നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആവരുത്, ആകത്തുക പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ളവരാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക, നമുക്ക് ആരോഗ്യമുണ്ടോ, നമ്മൾ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നല്ല നടപ്പും നല്ല ജോലിയൊക്കെ ചെയ്യുന്നവരാണോ, എങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 2 മുട്ട വീതം കഴിക്കാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓരോ മുട്ട വീതം കഴിക്കാം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും മുട്ട ഓരോന്നും കഴിക്കില്ല, അതൊക്കെ കുറവാണ് അല്ലേ. ചിലപ്പോൾ ഇന്ന് മുട്ടക്കറി ആണെങ്കിൽ ചിലപ്പോൾ നാളെ കടലക്കറി ആയിരിക്കും, പിറ്റേന്ന് ചിലപ്പോൾ വല്ല പയറായിരിക്കും. അപ്പോൾ 2 ദിവസമൊക്കെ ഗ്യാപ്പ് നമ്മൾ ഏതായാലും മുട്ട കഴിക്കുന്നതിലേക്ക് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മുട്ട തുടർച്ചയായിട്ട് കഴിക്കാതിരിക്കലാണ് നല്ലത് കേട്ടോ. ഇനി മറ്റൊരു ചർച്ച എന്ന് പറഞ്ഞാൽ, ഈ മുട്ട കഴിച്ചാൽ എന്താ പ്രശ്നം, കൂടുതൽ പ്രശ്നം ഈ വയറ് സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ മുട്ട കഴിക്കാതിരിക്കലാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ഹൃദയ സംബന്ധമായ ബ്ലോക്കൊക്കെ വന്നിട്ട് ബ്ലോക്ക് നീക്കിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം മുട്ട കഴിക്കേണ്ടത് കേട്ടോ. പിന്നെ മറ്റൊരു ചർച്ചയിലേക്ക് വന്നാൽ, കാടമുട്ടയാണോ അതുപോലെ താറാവ് മുട്ടയാണോ കോഴിമുട്ടയാണോ, ഏതാണ് മുട്ടകളിൽ ഏറ്റവും നല്ലത്? ഇപ്പോൾ നമ്മൾ ഓരോ മുട്ട എടുത്തു നോക്കിയാലും അതിൽ അയണിന്റെ കണ്ടന്റ് ഉണ്ടാകും. അയൺ, പ്രോട്ടീൻ, വൈറ്റമിൻ ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം ഓരോ മുട്ടയിലും വ്യത്യസ്തമാണ്. കോഴിമുട്ടയും അതുപോലെ താറാവ് മുട്ടയും എടുത്തു നോക്കിയാൽ അതിലുള്ള ഈ ഗുണങ്ങളെക്കാൾ വളരെ താരതമ്യം കുറവാണ് കാടമുട്ടയിൽ. ഈ എന്താണ്, ഒരു കോഴിക്ക് അരക്കാടയോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത് വെറുതെയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ. അതൊക്കെ പണ്ട് ആരോ ചുമ്മാ അടിച്ചിറക്കിയതാണ്, അങ്ങനെയൊന്നുമല്ല. അതായത് ഓരോന്നിനും ഓരോ ഗുണമാണ്. ഇപ്പോൾ മുട്ടകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഗുണം പറയാനുള്ളത് അത് താറാവ് മുട്ടയ്ക്കാണ്. പക്ഷേ താറാവ് മുട്ട അമിതമായി കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് ഫാറ്റ് ഒരുപാടുണ്ട്, അതുകൊണ്ട് അത് അമിതമായി കഴിക്കരുത്. ഇപ്പോൾ കാടമുട്ട എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് കഴിക്കാൻ നല്ലതാണ്. കാടമുട്ട കുട്ടികൾക്ക് ഇപ്പോൾ അമിതമായി ഫാറ്റും അമിതമായി മിനറൽസ് ഒന്നും വേണ്ടല്ലോ, അവർക്ക് ആവശ്യമായത് ഉള്ള ഒരു മുട്ടയാണ് കാടമുട്ട എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് സാധാരണയായി എപ്പോഴും ഉപയോഗിക്കാൻ നല്ലത് അത് കോഴിമുട്ട തന്നെയാണ് എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ മുട്ട പച്ചക്ക് കഴിക്കാൻ പാടില്ല, പുഴുങ്ങി കഴിക്കലാണ് ഏറ്റവും നല്ലത്. പൊരിച്ച് കഴിക്കലും പരമാവധി ഉപേക്ഷിക്കലാണ് നല്ലത് എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മുട്ടയുമായി ബന്ധപ്പെട്ട ചർച്ച കേട്ടോ. മുട്ടക്കറി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊക്കെ ചിലപ്പോൾ മുട്ടക്കറിയുള്ള ദിവസം 1-2 മുട്ട കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ രാത്രി മുട്ടയും സവാളയും ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ പലരും പല രൂപത്തിലാണ് കഴിക്കാറുള്ളത്. എന്തുമാവട്ടെ, അപ്പോൾ അമിതമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അമിതമാവരുത്. എല്ലാ ദിവസവും മുട്ടക്കറി അത് വേണ്ട. ഇന്ന് മുട്ട കഴിച്ചാൽ നാളെ കഴിക്കേണ്ട, മറ്റന്നാൾ. അപ്പം അങ്ങനെ ഇടവിട്ടൊക്കെ കഴിക്കലാണ് നല്ലത് കേട്ടോ. പിന്നെ എന്ത് കഴിച്ചാലും, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കറിവേപ്പിലയുടെ ഒരു വീഡിയോ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാ 1,00,000-ലധികം ആളുകളാണ് അത് കണ്ടത്. ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ, അപ്പോൾ അതിൽ നമ്മൾ ആ വീഡിയോയുടെ തുടക്കം ഒരു സൂറത്ത് പറഞ്ഞല്ലോ അല്ലേ, സൂറത്തുൽ ഖുറൈശ്. ആ സൂറത്തുൽ ഖുറൈശ് നമ്മൾ നിത്യമായി ഓതുന്നവരാണ്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഓതുന്നവരാണെങ്കിൽ നമ്മൾ ആ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് ഏൽക്കില്ല. അതുപോലെ തന്നെ ആ സൂറത്തുൽ ഖുറൈശ് നമ്മൾ എന്ത് ഭക്ഷണം, അത് ചോറാവട്ടെ, ചപ്പാത്തി ആവട്ടെ, അപ്പമാവട്ടെ, ഇടിയപ്പമാവട്ടെ, പുട്ടാവട്ടെ, എന്ത് കഴിച്ചാലും നമ്മൾ ആ സൂറത്തുൽ ഖുറൈശ് ഓതാൻ മറന്നു പോകണ്ട. കാരണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശമുണ്ടോ, എന്തെങ്കിലും അപകടമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റാൻ നമ്മൾ സൂറത്തുൽ ഖുറൈശ് ഓതൽ നല്ലതാണ്. ഇനി മറ്റൊരു ചർച്ചയിലേക്ക് പോയാൽ, ഈ മുട്ടയുണ്ടല്ലോ, അത് സ്വപ്നം കണ്ടാൽ, നമുക്കൊരു ആത്മീയമായ തലത്തിലേക്ക് മുട്ട സ്വപ്നം കണ്ടാൽ, പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ മുട്ട ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഓരോ മുട്ട, ഇപ്പോൾ താറാവ് മുട്ട കണ്ടാൽ വേറെ വ്യാഖ്യാനമാണ്, കോഴിമുട്ട കണ്ടാൽ വേറെ വ്യാഖ്യാനമാണ്, പിന്നെ കാടമുട്ട കണ്ടാൽ ചിലപ്പോൾ വേറെ വ്യാഖ്യാനമാണ്, മുട്ട പുഴുങ്ങിയത് കണ്ടാൽ മറ്റൊരു വ്യാഖ്യാനമാണ്, മുട്ട പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ അത് വേറെ വ്യാഖ്യാനമാണ്. അങ്ങനെ ഓരോ വസ്തുവിനും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചില കിതാബുകളിൽ മഹാന്മാർ പറയുന്നു, ഫമൻ റഅ അന്ന ദുജാജതഹു ബാഗതൻ, ഒരാൾ കോഴിമുട്ടയെ സ്വപ്നം കണ്ടു. ഒരു സ്ഥലത്ത് ഈ കോഴിമുട്ട ഇങ്ങനെ ഇരിക്കുന്നതായിട്ട്, അല്ല അയാൾ ആ കോഴിമുട്ട കയ്യിലേക്ക് എടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഫഇന്നഹു യൂലദു ലഹു വലദുൻ, അവനിക്കൊരു കുട്ടി ഉണ്ടാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം.
ഇനി തനിച്ച ഒരു മുട്ട കണ്ടാൽ, അത് ഏത് മുട്ടയാവട്ടെ, ഒരു മുട്ട കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് അവനിക്ക് സ്വർണം വെള്ളി അതൊക്കെ അള്ളാഹു താല കൊടുക്കുമെന്നാണ്. മക്കളില്ലാത്തവരാണെങ്കിൽ അത് മറ്റൊരു വ്യാഖ്യാനം മക്കൾ ഉണ്ടാകുമെന്നാണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അത് കല്യാണം നടക്കുമെന്നാണ്. കുടുംബം, കൂട്ടുകാർ അവരൊക്കെ ഒരുമിച്ച് കൂടുമെന്നാണ്. സമ്പത്തുണ്ടാകും. ഇങ്ങനെയാണ് ഈ മുട്ട. അതിങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മുട്ട ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ, അത് ഏത് മുട്ടയാവട്ടെ, സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഇതാണ്. ഇനി നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് ഈ കമൻറ്റിലൂടെയൊക്കെയോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ, ഉസ്താദെ ഞാൻ ഇന്നലെ ഒരു മുട്ട പൊട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ചില കിതാബുകളൊക്കെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈ മുട്ട തനിച്ച് കണ്ടാലുള്ള സ്വപ്ന വ്യാഖ്യാനം അത് ചില ഒരു കിതാബിൽ കണ്ടത് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം, അല്ലാതെ സ്വപ്ന വ്യാഖ്യാനമൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു, ഒരു പാമ്പിനെ കണ്ടു, തേളിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു പാമ്പിനെ കൊത്താൻ വന്നു, അപ്പോൾ എന്താ അതിൻ്റെ വ്യാഖ്യാനം? ഞാൻ പറയാറുണ്ട്, അതിൻ്റെ വ്യാഖ്യാനം എനിക്കറിയില്ല. പിന്നെ നമ്മൾ കണ്ട സ്വപ്നം അത് ആരാവട്ടെ, നമ്മളൊരു സ്വപ്നം കണ്ടാൽ, ആ ഒരു സ്വപ്നം കണ്ടാൽ അത് ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നമാവാം, അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ള സ്വപ്നമാവാം. എന്ത് സ്വപ്നമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിലേക്ക് ദ്വാരക, പടച്ചോനെ ഞാനൊരു സ്വപ്നം കണ്ടു, അത് ഹൈറാണെങ്കിൽ നീ എനിക്ക് തരണം, എന്തെങ്കിലും ഷർബല മുസീബത്താണെങ്കിൽ എന്നെ തൊട്ട് തട്ടി മാറ്റണം എന്ന ദുആയാണ് അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ അതിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞിട്ട് അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതിൻ്റെ പുറകെ പോകാൻ നിൽക്കണ്ട. കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്ന വ്യാഖ്യാനമായിരിക്കില്ല, ചിലപ്പോൾ കാണുന്നതൊന്നും ചിലപ്പോൾ നമ്മൾ പറയുന്നതും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു ആന നമ്മളെ കുത്താൻ വന്നു, അപ്പോൾ നമ്മളത് സ്വപ്നം കാണുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് പറയുമ്പോൾ രണ്ടാന, ചിലപ്പോൾ ഒരാനയായിരിക്കും, ചിലപ്പോൾ രണ്ടാന വന്ന് എന്നെ കുത്താൻ വന്നു, എന്നെ കുത്തി എന്നൊക്കെ ചിലപ്പോൾ പറയും. ഒരു ആന ഇങ്ങനെ നമ്മളെ പുറകെ ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മൃഗം നമ്മളിങ്ങനെ കുത്താൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോരോ വ്യാഖ്യാനങ്ങളാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും വ്യത്യസ്തമാണെങ്കിൽ അതിൽ ഒരു ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സ്വപ്നം കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യലാണ് വേണ്ടത്. അല്ലാതെ ഉസ്താദിനെ വിളിച്ച് അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചാൽ ഉസ്താദിന് അതിന് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ മുട്ടയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നമ്മൾ നടത്തി, അൽഹംദുലില്ലാ. അപ്പോൾ അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു താല വെച്ചിട്ടുള്ള ഒരു വസ്തുവാണ്, അത്ഭുത വസ്തു എന്ന് തന്നെ പറയാം ഈ മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണൂലേ? പിന്നെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ കമൻറ്റിൽ എഴുതി, ഇൻഷാ അല്ലാ നമുക്ക് പറ്റുന്നതുപോലെ അതിൻ്റെയൊക്കെ റിപ്ലൈ തരാം, നോക്കാം ഇൻഷാ അല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ഷർബല മുസീബത്ത് ആപത്ത് സിഹർ കണ്ണീർ എല്ലാത്തിനെ തൊട്ടും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിലൊക്കെ അല്ലാഹു തആല ബറക്കത്ത് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.